ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരന് ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ കണ്ണട വ്യാപാര സ്ഥാപനത്തിൽ മാനേജരുമായ NP പ്രജീഷ് എന്ന ആൽബിൻ, കോഴിക്കോട് കിണാശ്ശേരിയിലെ അബ്ദുൽ മനാഫ് എന്നിവരാണ് അറസ്റ്റിലായത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരന് ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 കേസുകളിൽ വിവിധ ജില്ലകളിലായി 16 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കേസിൽ പുതുതായി 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ കണ്ണട വ്യാപാര സ്ഥാപനത്തിൽ മാനേജരുമായ NP പ്രജീഷ് എന്ന ആൽബിൻ, കോഴിക്കോട് കിണാശ്ശേരിയിലെ അബ്ദുൽ മനാഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കേസുകൾ അന്വേഷിച്ചു വരുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ഉന്നതരടങ്ങുന്ന സംഘം പീഡിപ്പിച്ചത് വീടുകളും ലോഡ്ജുകളും ബീച്ചിനടുത്തുള്ള കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഫുട്ബോൾ പരിശീലകൻ, യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവരാണുള്ളത്. പയ്യന്നൂരിലെയും ചെറുവത്തൂരിലെയും വിവിധ ലോഡ്ജുകൾ, കാലിക്കടവിലെ ക്ലബ് ഓഫീസ്, വിദ്യാർത്ഥികളുടെയും കേസിൽ ഉൾപ്പെട്ട ചിലരുടെ വീടുകളിലും എത്തിച്ചായിരുന്നു പീഡനം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വിദ്യാർത്ഥി ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്ന കേസുകൾ അപൂർവമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.